പാചകവും വാചകവും ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ നമുക്ക് ഉപകാരപ്പെടില്ല എന്ന് കരുതുന്ന വസ്തു കൊണ്ട് ഉപകാരപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കിയെടുത്ത ഒരു ബാഗ്. നമ്മൾക്ക് ഉപകരിക്കില്ല എന്ന് തോന്നുന്ന ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് നല്ല ഉപകാരപ്രദമായ രീതിയിലൊരു ബാഗ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ റെഡിയാക്കി എടുത്തത് പഴയ ഒരു ജീൻസ് കൊണ്ടാണ്. ഈ ജീൻസ് ശരിക്കും പറഞ്ഞാൽ അത് കൊള്ളയില്ല, അത് കാരണം കൊണ്ട് കളഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ എടുത്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ അങ്ങനെ കളയാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നിയതാണ് ഇപ്പം ഒരു ബാഗ് റെഡിയാക്കിയില്ലെങ്കിൽ ഇരിക്കുമെന്ന്. ഈ ജീൻസ് ഇപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറൊരു ജീൻസാണ്. ഇതിപ്പം ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഓൾറെഡി ഞാൻ ബാഗ് തയ്ച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ ഓർമ്മ എടുക്കാമായിരുന്നല്ലോ എന്ന് തോന്നിയത്. അപ്പോൾ എനിക്കിത് ബാഗൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ നമുക്കൊരു സ്വന്തമായിട്ടൊരു സന്തോഷമൊക്കെ ഉണ്ടാകത്തില്ലേ, ഒരു സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയപ്പോൾ എങ്കിലൊരു വീഡിയോ എടുക്കാമെന്ന് തോന്നി അങ്ങനെ ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഈ ഒരു ബെൽറ്റ് ഇടുന്ന വശമുണ്ടല്ലോ, അതിൻ്റെ ആണെങ്കിൽ ഇതുപോലെ കണ്ട് കൊളുത്ത് നമ്മൾ അത് മുറിച്ച് കളഞ്ഞിട്ട് അതാണ് നമ്മളിങ്ങനെ ഈ ഒരു ബാഗിന് വള്ളിയായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വേറെ അതിനകത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടി ഒന്നും വരത്തില്ല. ജസ്റ്റ് അത് മുറിച്ചെടുക്കുമ്പോൾ നല്ല വൃത്തിക്കൊന്ന് മുറിച്ചെടുത്ത് വെച്ചാൽ മതി. പിന്നെ ഈ ഒരു ബാഗിൽ നമ്മൾ ഒന്ന് പിന്നെ കൈ കൊണ്ടാണ് ഞാൻ തയ്ച്ചേക്കുന്നത്, മെഷീനിലൊന്നുമല്ല. ജസ്റ്റ് അതിലൊന്ന് നന്നായിട്ടാണെങ്കിൽ ഒന്ന് തയ്ച്ച് കൊടുത്ത് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇതുണ്ട്, ഈ സൈഡിലൊക്കെ ആണെങ്കിൽ കൈത്തയ്യലാണ് തയ്ച്ചെടുത്തേക്കുന്നത്. ഇത് ഞാൻ മുറിച്ചെടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻസിൻ്റെ ഏറ്റവും അടിവശത്തുള്ള ആ ഭാഗമാണെങ്കിൽ 2 കാലും ഇതുപോലെ മുറിച്ച് അങ്ങനെ എടുത്തിട്ട് അത് തിരിച്ച് വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ കൈത്തയ്യൽ തയ്ച്ച് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കാലിൻ്റെ അടിവശം ഇങ്ങനെ തയ്ക്കുന്ന സമയത്ത് ഈ ഒരു നമ്മൾ ഈ ബാഗിൻ്റെ ഈ ഒരു അറ്റവശം വരത്തില്ലേ, അതവിടെ നമ്മളൊന്നും അവിടെ ഇതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ആണെങ്കിൽ തയ്ച്ച് കൊടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മളിത് കൈത്തയ്യൽ തയ്ച്ചത് കൊണ്ട് ഇത് കണ്ടോ, പുറമേ ആണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും അറിയത്തുമില്ല. അപ്പോൾ ആ രീതിയിൽ നന്നായിട്ട് തയ്ച്ചെടുക്കാം. മെഷീനൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതാണെങ്കിൽ മെഷീനിലാണെങ്കിൽ തയ്ച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ബാഗോ അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ വലിയ ഒരു പിന്നെ ഇതിലും വലിയ രീതിയിലുള്ള ബാഗ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് പിന്നെ തയ്ച്ചെല്ലാം കഴിഞ്ഞപ്പോഴാണ് ചുമ്മാ ഒരു ഡിസൈൻ പോലെ ഒരു പൂവ് തയ്ച്ച് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചത്. അതും ഈ ജീൻസിൻ്റെ ബാക്കി വന്നതാണെങ്കിൽ നമ്മൾ വെട്ടിയെടുത്ത ആ ഭാഗം കൊണ്ട് റെഡിയാക്കിയത്. സിമ്പിളാണ്, ആ ഒരു പൂവ് ഒരു സിമ്പിളായിട്ട് തയ്ച്ചാണ്. പിന്നെ ഇത് ഏഞ്ചലിൻ്റെ ഇരുന്ന മുത്താണ്, അത് ഞാൻ അവളുടെ മേടിച്ചിട്ട് അത് ജസ്റ്റ് ആണെങ്കിൽ ഒന്ന് തയ്ച്ച് വെച്ച് കൊടുത്തു. അങ്ങനെ തയ്ച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് അത്യാവശ്യമാണെങ്കിൽ ഒരു ബുക്കും ഫോണും അത്യാവശ്യം ഇതിങ്ങനെ കാണുമെങ്കിൽ നല്ല വലുപ്പമുള്ള ഒരു ബാഗാണ്. ഇപ്പം നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഓൺലൈനിലോ അല്ലെങ്കിൽ നമ്മളൊരു ഈ ഒരു ജീൻസിൻ്റെയൊക്കെ ബാഗുകൾ നമ്മൾ കടയിലൊക്കെ കാണുമല്ലോ, നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി എത്ര രൂപ വിലയൊക്കെ വരുമെന്ന്. ഇത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ റെഡിയാക്കി എടുക്കുമ്പം അത് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു വൈകുന്നേരത്ത് തോന്നിയ ഒരു തോന്നലാണ്. പെട്ടെന്ന് തന്നെ അങ്ങ് തയ്ച്ചെടുത്തു. തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ 2 പേരെ ഭയങ്കര അവർക്ക് 2 പേർക്കും വേണമെന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കി. അപ്പം എനിക്ക് സന്തോഷം തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് ആണല്ലോ, അവർക്ക് നല്ലതായത് കൊണ്ടല്ലേ അവർക്ക് വേണമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ കണ്ടോ ഒരു ബുക്കും അതുപോലെ തന്നെ ബോട്ടിലും അതുപോലെ ഫോണും പെന്നും ഒക്കെ ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോക്കണ്ട, ഇനി നമുക്ക് ഈ ബാഗിൽ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആണെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലെ. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുകൊണ്ട. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള വീഡിയോസൊക്കെയാണോ അതോ കുക്കിംഗ് വീഡിയോസൊക്കെയാണോ ഇഷ്ടമെന്നുള്ള കാര്യം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ നമുക്കാണെങ്കിൽ ഇപ്പം നമുക്ക് പഴയ തുണികളൊക്കെ വെച്ചിട്ട് നമുക്ക് ബാഗ് പോലും അതുപോലെ സഞ്ചി പോലും ഒക്കെ നമുക്ക് കൈ കൊണ്ട് തന്നെ തയ്ച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. ജീൻസൊക്കെ കൊണ്ട് നമുക്ക് തയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നല്ല കട്ടിയിലുള്ള ബാഗ് കിട്ടും കേട്ടോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.